ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ വർഷം? 1893. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്ന വർഷം? 1915. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വന്ന ശേഷം ഗാന്ധിജി പങ്കെടുത്ത ആദ്യ പൊതുപരിപാടി? ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം? ചമ്പാരൻ സത്യാഗ്രഹത്തിലേക്ക് ഗാന്ധിജിയെ ക്ഷണിച്ച വ്യക്തി? രാജ്കുമാർ ശുക്ല. ഈ ചമ്പാരൻ സത്യാഗ്രഹത്തെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ? എഡ്വേർഡ് ഗേറ്റ് കമ്മീഷൻ. കേദ കർഷക സമരത്തിലൂടെ പ്രസിദ്ധനായ രാഷ്ട്രീയ നേതാവ്? സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ. സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങും മുമ്പ് ഇന്ത്യയിലെ മണ്ണും മനുഷ്യരെയും കുറിച്ച് പഠിക്കാൻ ഗാന്ധിജിയെ ഉപദേശിച്ച വ്യക്തി? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജി ഗംഗയോട് ഉപമിച്ച വ്യക്തി? ഗോപാലകൃഷ്ണ ഗോഖലെ. എന്നാൽ ഗാന്ധിജി ഹിമാലയത്തോട് ഉപമിച്ച വ്യക്തി? ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലക്. തുണിമിൽ സമരത്തിലേക്ക് ഗാന്ധിജിയെ ക്ഷണിച്ചത്? അനസൂയ ബഹൻ. ഗാന്ധിജിയുടെ സമര രീതിക്ക് സത്യാഗ്രഹ എന്ന പേര് കൊടുത്തത്? മദൻലാൽ ഗാന്ധി. നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് യോഗത്തിൽ പങ്കെടുക്കാൻ പോയ ജവഹർലാൽ നെഹ്റുവിനെ അറസ്റ്റ് ചെയ്ത റെയിൽവേ സ്റ്റേഷൻ? ചിയോക്കി. മെലിഞ്ഞ ശരീരവും ചിലന്തി വല പോലത്തെ വസ്ത്രവും എന്ന് ഗാന്ധിജിയെ പരിഹസിച്ചത്? ടൈം മാഗസിൻ. ഉപ്പ് സത്യാഗ്രഹത്തിൽ സ്ത്രീകളെ കൂടി ഉൾപ്പെടുത്തണമെന്ന് ഗാന്ധിജിയോട് ആവശ്യപ്പെട്ട വനിത? കമലാദേവി ചതോപാധ്യായ. സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുകയും 43 ദിവസത്തെ നിരാഹാരം അനുഷ്ഠിക്കുകയും ചെയ്ത് മരണപ്പെട്ട വ്യക്തി? അടിയോടി. PC കുഞ്ഞിരാമൻ അടിയോടി. സത്യാഗ്രഹത്തിൽ ആദ്യം അറസ്റ്റിലായ വ്യക്തി? സർദാർ വല്ലഭായ് പട്ടേൽ. സത്യാഗ്രഹത്തിൽ അറസ്റ്റിലായ ആദ്യത്തെ വനിത? രുക്മിണി ലക്ഷ്മിപതി. ധാരാസനയിൽ സമരത്തിന് നേതൃത്വം കൊടുത്തത്? സരോജിനി നായിഡു. ധാരാസനയിലെ സമരത്തെ അടിസ്ഥാനമാക്കി വീരവൈരാഗ്യം അഥവാ ധാരാസനയിലെ ധർമ്മഫടൻ എന്ന കാവ്യം രചിച്ചത്? ചങ്ങമ്പുഴ. ചങ്ങമ്പുഴ.